മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും തിരക്കേറിയ സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ഊണും ഉറക്കവും കളഞ്ഞുള്ള ഒരു ഓട്ടമാണ്. അതിനിടയിലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ചില അനുഭവങ്ങൾ വീണ് കിട്ടും. അങ്ങനെ ഒരു ഓർമ്മയിലേക്ക്. ഉത്തർപ്രദേശിലെ കനൌജിലെ ഹെലിപ്പാഡ് മുതൽ ജന്മനാടായ സെയ്ഫായി വരെ പിന്തുടർന്നാണ് അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയത്. എവിടെ എത്തിയാലും വൻ പുരുഷാരം. തിക്കിത്തിരക്കി ഒരു വിധത്തിൽ അടുത്തു ചെല്ലുമ്പോൾ അടുത്ത പോയിന്റിൽ കാണാമെന്ന് പറയും. ബസ്സിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്ന ലിഫ്റ്റിൽ നിന്നും ബസ്സിന്റെ പുറത്തു നിന്നും സംസാരിച്ച് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പരസ്യപ്രചരണം നിശബ്ദ പ്രചരണത്തിന് വഴിമാറിയെങ്കിലും ജനങ്ങളാൽ പൊതിഞ്ഞാണ് നേതാവിന്റെ നടപ്പ്. ഇനി അഖിലേഷ് യാദവിനോട് സംസാരിക്കാതെ UP വിടേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് കേരള ഫ്രണ്ട് എന്ന് നീട്ടിയൊരു വിളി. അതുവരെ തടഞ്ഞിരുന്ന കരിമ്പൂച്ചകൾ വഴിയൊരുക്കി. കേരള സ്റ്റോറിയുടെ പ്രദർശനത്തോടെ വടക്കേ ഇന്ത്യയിലെ മലയാളിയെ വർഗീയ കണ്ണുമായി നോക്കുന്ന ദുരനുഭവത്തിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ളയാൾ എന്ന പരിഗണന. മീഡിയ വൺ ആസ്ഥാനം കാലിക്കട്ടാണെന്ന് പറഞ്ഞതോടെ കാലിക്കട്ട് നിന്നും UPയിലെ ഇട്ടാവ ജില്ലയിലേക്ക് എത്ര ദൂരമെന്ന ചോദ്യം സദസ്സിലേക്ക് എറിഞ്ഞുകൊടുത്തു. ये जब भी चुनाव होता है तो आते हैं हमारे यूपी में. अभी घूमते हुए आ रहे कन्नौज और आपके मैनपुरी भी आए होंगे, इटावा भी आए होंगे. तो ये आए कैलिकट. 1000-2000 കിലോമീറ്റർ കൊട്ടത്താപ്പ് കണക്ക് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞു. ഫോണിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ മുന്നിലിരിക്കുന്നവർക്ക് നേതാജിയുടെ നിർദ്ദേശം. ഇടയ്ക്ക് അണികളിൽ ഭക്ഷണം കഴിക്കാത്തവർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചു എന്ന് കോറസായി പറഞ്ഞെങ്കിലും കഴിക്കാത്ത ചിലരുടെ മുഖം നോക്കി തിരിച്ചറിഞ്ഞു. അവർക്ക് ആഹാരം വാങ്ങി നൽകാൻ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. തെക്കേ ഇന്ത്യയിൽ നിന്നും ഇത്രയും ദൂരം വരുന്നവർ പറയുന്നത് കേൾക്കട്ടെ എന്ന് സംഭാഷണം വീണ്ടും മീഡിയ വണ്ണിലേക്ക്. English, but I'll answer in Hindi. Okay. Is that okay? Okay. Okay, I'll try to speak. Okay. कितना? 23 अब शांत हो जाने की सुन लो फिर. बहुत दूर से आए हैं. പിന്നീട് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുള്ള സംസാരം. This time the anger is there. People want to remove this government. There is a price rise, there is unemployment, and no one is getting justice. മണിക്കൂറുകൾ കാത്തിരുന്ന മുഷിപ്പ് മുഴുവനും കഴുകിക്കളഞ്ഞൊരു കൂടിക്കാഴ്ച. അഖിലേഷ് യാദവിന്റെ മണ്ഡലമായ കനൌജിൽ ഇന്നാണ് വിധിയെഴുത്ത്. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് UPയിലെ ഇന്ത്യ മുന്നണി നായകൻ ഓളിയിട്ടിറങ്ങുകയാണ്. ഉത്തർപ്രദേശിൽ നിന്നും ജിജീഷ് കേസിക്കൊപ്പം D. ധനസുമോദ്, മീഡിയ വൺ.